അല്ലാഹ്. ആ റഹ്മാനായ അല്ലാഹുവിന്റെ കാരുണ്യം അത് ചിലപ്പോൾ ചിലർക്ക് റബ്ബ് സ്വർഗം കൊടുക്കുന്നത് സുബ്ഹാനല്ലാഹ് ഷഹീദായി മരിച്ചിട്ടായിരിക്കും, ചിലർക്ക് അപകടത്തിൽ മരിച്ചിട്ടായിരിക്കും, ചിലർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുന്നത് വളരെ വിഷമമുള്ള രോഗം കൊടുത്തിട്ട് അതിൽ ക്ഷമിച്ചു നിൽക്കുന്ന വകയിലായിരിക്കും. വേറെ ചിലർക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി കൊടുത്ത് ഞെരുക്കത്തിലാക്കിയിട്ട് അതിലൂടെ അത് ക്ഷമിച്ചു നിന്നതിനാൽ സ്വർഗം കൊടുക്കും. അല്ലാഹു തആല ചിലർക്ക് സ്വർഗം കൊടുക്കുന്നത് നല്ല സാമ്പത്തിക ശേഷി കൊടുത്തിട്ട് അതുകൊണ്ട് നന്നായി സദഖ ചെയ്തിട്ട് സ്വർഗത്തിൽ കിടന്നു. അങ്ങനെ കുറെ ആളുണ്ട്. എന്തേ കാരണം? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അവൻ നടപ്പാക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അവനാണ് ഭരണാധികാരി, അവൻ സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ ആരുമില്ല. ആർക്കാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ അധികാരം? ലാ യുസ്അലു അമ്മാ യഫ്അലു. അല്ലാഹു ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമേ ഇല്ല. കാരണം അവന്റെ സൃഷ്ടിയിൽ അവന്റെ അധികാരം അവൻ നടപ്പാക്കുകയാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. സൃഷ്ടികൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നമുക്ക് തന്ന നിഅമത്ത്, ആരോഗ്യം നിഅമത്താണ്, പണം നിഅമത്താണ്. അതേ അതുപോലെ തന്നെ എന്ത് അനുഗ്രഹം പടച്ച റബ്ബ് തന്നിട്ടുണ്ടോ, അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തിട്ടുണ്ടോ എന്നത് നിങ്ങളെ മുഴുവനും കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതേ അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി വേണം. ഓ സുഹൃത്തുക്കളെ, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അനുഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അനുഗ്രഹം മൂടി വെക്കാനുള്ളതല്ല. ഒരു വലിയ പണക്കാരൻ, അദ്ദേഹം അതാ എത്ര കിട്ടിയാലും സുബ്ഹാനല്ലാഹ് ഞെരിക്കം പാടുന്നവനാകരുത്. നിഅമത്ത് പറയുകയാണ് വേണ്ടത്, നിഅമത്ത് കാണുകയാണ് വേണ്ടത്. അതേ നല്ല സാമ്പത്തിക ശേഷിയുള്ളവൻ കീറിപ്പാറിയ തുണിയുമെടുത്ത് നടക്കാൻ പാടില്ല. നല്ല സാമ്പത്തിക ശേഷിയുള്ളവൻ അവനെ കാണുമ്പോൾ തന്നെ അവനൊരു പണക്കാരനാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. ആ നിലക്ക് തന്നെ അവന് ജീവിക്കാം. പക്ഷേ അഹങ്കാരം പാടില്ല. താഴ്മയോടുകൂടി ആയിരിക്കണം ജീവിതം. എല്ലാവരോടും താഴ്മയോടുകൂടിയുള്ള പെരുമാറ്റം. ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഒരു പണ്ഡിതൻ്റെ വേഷത്തിൽ നടക്കണം. പക്ഷേ ഏത് പാവപ്പെട്ടവനോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം, പുഞ്ചിരിക്കണം. ഞാനൊരു വലിയ ആളാണെന്ന ധാരണ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എല്ലാവരും വിനയാന്വിതരാകണം, താഴ്മയോടെ ജീവിക്കണം, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. പക്ഷേ റബ്ബ് വെച്ച സംവിധാനങ്ങളെ ചോദ്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഷഹീദായി മരിച്ച മയ്യിത്താണെങ്കിലും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഷഹീദായവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ദുരന്തത്തിൽ മരിച്ച ഷഹീദാണെങ്കിലും നമ്മൾ പോയിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്നു. ആ മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അതേ തക്ബീർ ചൊല്ലുന്നു. തക്ബീർ ഒരു ദിക്റാണ്. ഈ മയ്യിത്ത് നിസ്കാരം ആരെ പേരിലാണ്? മരിച്ച ആളുടെ പേരിലാണ്. മരിച്ച ആളുടെ പേരിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നവനെ മയ്യിത്ത് നിസ്കാരത്തിന് കാണാറുണ്ട്. ഇരിക്കട്ടെ, മയ്യിത്ത് നിസ്കാരം മരിച്ച ആളുടെ പേരിലാണ്. അങ്ങനെ തക്ബീർ ചൊല്ലി അതാ ദിക്ർ ചൊല്ലുകയാണ്. ശേഷം അദ്ദേഹം ഫാത്തിഹ ഓതുകയാണ്. മരിച്ച ആളുടെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഫലമില്ല എന്ന് പറയുന്നവൻ ഫാത്തിഹയല്ലേ ഒന്ന്, രാമായണമല്ലല്ലോ, മാതൃഭൂമിയല്ലല്ലോ, ഫാത്തിഹ ഖുർആനല്ലേ. അതേ മരിച്ച ആളുടെ പേരിൽ ഫാത്തിഹ ഓതുകയാണ്. വീണ്ടും അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്. ശേഷം അതാ സലാത്ത് ചൊല്ലുകയാണ്. ആ സലാത്തും കഴിഞ്ഞതിന് ശേഷം സലാത്തിൻ്റെ കൂടെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് നല്ലതാണ്. സലാത്ത് കഴിഞ്ഞാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുന്നതും നല്ലതാണ്. കാരണം ആ സലാത്തിൽ, നിസ്കാരത്തിലെ സലാത്തിൽ സലാമില്ലാത്തത് കൊണ്ട് സലാം വരാൻ വേണ്ടി അത്തഹിയ്യാത്തിലുള്ള അതേ സലാം തന്നെ അവിടെയും പറയുന്നത് നല്ലതാണ്. ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് മൂന്നാമത് വീണ്ടും തക്ബീർ ചൊല്ലുകയാണ്. ആ തക്ബീറിൻ്റെ ശേഷം അപ്പോൾ ആദ്യത്തെ തക്ബീർ കഴിഞ്ഞ് ഫാത്തിഹ ഓതി, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് ചൊല്ലി, മൂന്നാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം റക്കമൻ്റാണ്. ആർക്ക് വേണ്ടി റക്കമൻഡ്? മയ്യത്തിന് വേണ്ടിയുള്ള റക്കമൻഡ്. ആരാ ചെയ്യുന്നത്? എല്ലാ മുഅ്മിനീങ്ങളും പടച്ചവനോട് റക്കമൻഡ് ചെയ്യാണ്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, വറഹംഹു, നീ കാരുണ്യം ചെയ്യണേ അല്ലാ, വഅഫു അൻഹു, വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ, വഅഫിഹി, നീ സുഖം കൊടുക്കണേ അല്ലാ, വഅക്രിം നുസുലഹു, സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം കൊടുക്കണേ, അഥവാ വരുന്ന സമയത്ത് ആദരവോടെയുള്ള സൽക്കാരം കൊടുക്കണേ അല്ലാ, വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു, അയാൾ കടന്നു വരുന്ന സ്ഥലം വിശാലമാക്കണേ അല്ലാ,
പിന്നെ ഇങ്ങനെ ദുആ ചെയ്തിട്ട് അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിന് ഇവിടെയുള്ള വീട്ടിനേക്കാൾ നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, വീട് ഒരു പക്ഷേ ഒലിച്ചു പോയിട്ടുണ്ട്, അല്ലെ തകർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ അയാളെ മക്കള് താമസിക്കുന്നുണ്ട്, എന്തായാലും ശരി ഇതിനേക്കാൾ നല്ല വീട് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ പറഞ്ഞ് വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിന് ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ കൊടുക്കണേ അല്ലാഹ്. കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്, പഠിച്ചവനെ ആകെയിൽ എൻ്റെ ഉപ്പാക്ക് ഉമ്മാനെ കൊടുക്കണ്ടെന്നാണോ? ഭാര്യയേക്കാൾ നല്ല ഭാര്യയും കൊടുക്കണമെന്നല്ലേ പറഞ്ഞ്? എന്നല്ല അതിൻ്റെ മാന. അത് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാന എന്താണ്? ഇവിടെയുള്ള ഭാര്യയെ തന്നെ ഇവിടെയുള്ളതിനേക്കാൾ നല്ല ഭംഗിയും പുഷ്ടിയും എല്ലാ നിലക്കും ഉള്ള സംശുദ്ധിയോടുകൂടെ കൊടുക്കണം. ഇവിടെ ഉള്ള പോലത്തെ മെൻസസ് ഉണ്ടാവില്ല, ജലദോഷം ഉണ്ടാവില്ല, കൂർക്കം വെച്ചിട്ടുള്ള ഇടങ്ങാറുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഏറ്റവും നല്ലവളാക്കി കൊടുക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അത് പറയാൻ ആരും മടിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ തുടങ്ങി ഈ മയ്യത്തിന് കൊടുക്കാനുള്ള സംഗതികളൊക്കെ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാണ്. ആര്? മൂമിനായ മനുഷ്യർ റെക്കമെൻഡ് ചെയ്യാണ്. എന്തിന്? പടച്ചവന്റെ അടുക്കൽ ഒരു മധ്യസ്ഥം വേണോ? ഒരു മധ്യവർത്തി വേണോ? ഇടയാളം വേണോ? എല്ലാ മൂമിനിങ്ങളും ഇടയാളനാകുകയാണ് പടച്ചവന്റെ മുമ്പിൽ ഈ മയ്യത്തിന് വേണ്ടി. ഇടയാളം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഓ സുഹൃത്തുക്കളെ, അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് നല്ല വിവരം വേണം. ഇസ്ലാമിന്റെ വിഷയങ്ങൾ നന്നായി പറയാൻ കഴിയുന്ന പ്രസംഗകർ വേണം, നല്ല ആലിമീങ്ങൾ വേണം, ശരിയായ വിശ്വാസം, മുഖ്യധാര മുസ്ലിമീങ്ങളെ വിശ്വാസം ഇവിടെ ജനങ്ങളെ നന്നായി ബോധ്യപ്പെടുത്തുന്നവർ വേണം. അതുണ്ടാകണമെങ്കിൽ നമ്മുടെ കുട്ടികൾ നന്നായി പ്രസംഗം പഠിക്കണം, പ്രസംഗം പരിശീലിക്കണം. അതുപോലെ എവിടെ ചെന്നാലും അവർ ഏറ്റവും മുൻപന്തിയിലാകണം. അതിന് സാഹിത്യോത്സവ പരിപാടി പോലുള്ള പരിപാടികൾ വേണം, നല്ല നല്ല അറബി കോളേജുകൾ വേണം, ശരീഅത്ത് കോളേജുകൾ വേണം, ദഅവാ കോളേജുകൾ വേണം, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വേണം. അങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമുള്ള സ്ഥാപനങ്ങൾ വേണം. അതുപോലെ നല്ല നല്ല സംഘടനാ പ്രവർത്തനം വേണം. ഇതെല്ലാം ഇസ്ലാമിൻ്റെ ശരിയായ ആശയം, വർഗീയതയില്ലാത്ത, അതേ വിപ്ലവമില്ലാത്ത, അഥവാ മോശമായ വിപ്ലവമില്ലാത്ത, കുഴപ്പം സൃഷ്ടിക്കാത്ത, ബഹളമില്ലാത്ത, സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ മുൻഗാമികൾ ഇവിടെ നടത്തി വന്നതുപോലെ, നിലനിർത്തി വന്നതുപോലെ സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരിക്കുന്നു. മഹാനായ ശൈഖ് ജിഫിരി തങ്ങൾക്ക് വലിയ ആദരവ് നൽകുന്നു. വെള്ളം വേണം, സാമൂതിരി രാജാവിന് വെള്ളം കിട്ടുന്ന സ്ഥലം ശൈഖ് ജിഫിരി തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതല്ലേ ഇന്നും വെള്ളം ലഭിക്കുന്ന മാനാഞ്ചിറ. സുഹൃത്തുക്കളെ, അങ്ങനെ സൂഫിയാക്കളായ ആലിമീങ്ങളായ സയ്യിദന്മാരും ആലിമീങ്ങളും അതേ അവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ജീവിക്കണം. ഒരിക്കലും പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, ചീത്ത വിളിക്കരുത്, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കരുത്, അതുപോലെ വലിയവരെ അപമതിക്കരുത്. നാട്ടിലുള്ള നല്ല നല്ല പ്രവർത്തനം നടത്തുന്നവർ, അതേ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയവർക്ക് ശമ്പളമില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഖതീബിന് ശമ്പളമുണ്ട്, ഇമാമിന് ശമ്പളമുണ്ട്, അതേ മുഅദ്ദിന് ശമ്പളമുണ്ട്. പ്രസിഡന്റിന് 5 പൈസ ശമ്പളമില്ല. അയാൾക്കുള്ളത് എന്താണ്? ജനറൽ ബോഡിയിൽ വെച്ച് കുറേ ആളുകളെ ചോദ്യം ചെയ്യൽ. സെക്രട്ടറിക്കുള്ളത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ജനറൽ ബോഡിയിൽ വെച്ച് ജനങ്ങളിട്ട് പൊരിക്കൽ. ആ ആളുകളോട് ഇത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ് അവരധ്വാനിക്കുന്നത് എന്ന ബോധം പൊതുസമൂഹത്തിനുണ്ടാകണം. അവരോട് സഹകരിക്കണം. അതുപോലെ പണ്ഡിതന്മാർ യാചകന്മാരായാൽ നമ്മുടെ സമുദായത്തിന് ഇസ്സത്തുണ്ടാകൂല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. ആ ശമ്പളം കൊടുക്കാൻ ജനങ്ങളൊക്കെ കമ്മിറ്റിയോട് സഹകരിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ സ്ഥലത്തും വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് സമുദായത്തിന് നേതൃത്വമുണ്ടാകണം. ആ നേതൃത്വത്തെ എപ്പോഴും ജനങ്ങൾ അംഗീകരിക്കുകയും അവരെ പരിഗണിക്കുകയും വേണം. അങ്ങനെ അച്ചടക്കമുള്ളൊരു സമുദായമായി മുസ്ലിം സമുദായത്തിനെ ഉയർത്തി വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ. അവർ പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ
ശരിയായ വിശ്വാസം അത് ജനങ്ങളിൽ എന്നും രൂഢമൂലമായി നിൽക്കണം. മുസ്ലിം ഉമ്മത്തിനെവിടെയും ഇസ്സത്തുണ്ടാകണം. മറ്റ് സമുദായങ്ങളുമായി സൗഹാർദ്ദത്തിൽ വർത്തിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന അതേ വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ കഴിയണം. നമ്മുടെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവരാകരുത്. സ്വന്തം ബാപ്പ 25 കൊല്ലം പോറ്റിയതാണ്, ഉമ്മ 25 കൊല്ലം പോറ്റിയതാണ്. ആ പോറ്റിയതിൽ ഒരൊറ്റ ദിവസം ഉറക്കമൊഴിച്ചതിന് നന്ദി ചെയ്യാൻ ഒരു പെൺകുട്ടിക്കും കഴിയൂല, ആൺകുട്ടിക്കും കഴിയൂല. പക്ഷേ അവരെ മനസ്സ് വേദനിപ്പിച്ച് കാണുന്നവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ, കാണുന്ന അതേ പെണ്ണിനെ പ്രേമിച്ച് അതേ ബാപ്പ ഉമ്മയുടെ തൃപ്തിക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ആൺകുട്ടികളില്ലേ, നന്ദിയില്ലാത്തവരായി നമ്മളെ സമുദായം വളരരുത്. നന്ദിബോധം വേണം, നല്ല നന്ദി വേണം. അനിസ്കുറുലി വലിവാലിദൈ, പടച്ചവന് നന്ദി വേണം, മാതാപിതാക്കളോട് നന്ദി വേണം, നന്ദി ചെയ്യേണ്ടവരോടൊക്കെ നന്ദി വേണം. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള സമൂഹമായി നമ്മുടെ സമുദായത്തെ വാർത്തെടുക്കാൻ കഴിയണം. അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം, ഐക്യത്തോടെ പ്രവർത്തിക്കണം. എല്ലാവരും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം. ശത്രുതയുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്, അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്. ആരെയും ഇൻസൾട്ടാക്കരുത്, ആരെയും നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും കുറ്റം വിളിച്ച് പറയരുത്. അതേ സുഹൃത്തുക്കളെ, ഖുർആൻ നമുക്ക് പഠിപ്പിച്ച സുന്ദരമായ സ്വഭാവം ജീവിതത്തിൽ പകർത്തി ജീവിച്ച് അവസാനം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, കിടന്നുറങ്ങുമ്പോൾ ഒരു രോഗവുമില്ലാത്തവൻ നേരം വെളുക്കുമ്പോൾ മയ്യിത്താണ്. രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് അഷ്റഫ് സഖാഫി എൻ്റെ ശിഷ്യനാണ്, സിറാജുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2 ആഴ്ച മുമ്പ് സുബ്ഹിക്ക് ഇമാമത്ത് നിന്നിരുന്നു. പക്ഷേ 9:30 മണിക്ക് പെട്ടെന്ന് അദ്ദേഹം അങ്ങ് മരിച്ചു പോയി. ഒരു രോഗവുമില്ല. ഉച്ചക്കത്തെ ജമാഅത്തും ഏറ്റെടുത്തതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴാണ് വേർപാടെന്നറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാവപ്പെട്ട ഞാൻ, എൻ്റെ പ്രസംഗം തീരുന്നത് വരെ എനിക്ക് ഗ്യാരണ്ടി ഇല്ലല്ലോ, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങ് വയനാട്ടിലുള്ള ജനങ്ങൾ നാളെ ഞങ്ങൾ ഈ സമയത്ത് എവിടെയാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കുമ്പോൾ അതിലെല്ലാവരും പെട്ടുപോകും, എല്ലാവരും ഉൾക്കൊണ്ടെന്ന് വരും. നമ്മളെ മരണം എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. അതിനാൽ രഹസ്യം നന്നാകണം, പരസ്യം നന്നാകണം. നമ്മുടെ മനസ്സ് അഹങ്കാരമില്ലാത്തതാകണം, അസൂയയില്ലാത്തതാകണം, വൈരാഗ്യമില്ലാത്തതാകണം, വിദ്വേഷമില്ലാത്തതാകണം. സർവ്വജനങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും ഉപകാരം ചെയ്യുന്ന മനസ്സ് വേണം, സാന്ത്വനത്തിൻ്റെ ചിന്ത വേണം. അങ്ങനെ നല്ല മനസ്സോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന സർവ്വ അമ്പിയാക്കളും ഉച്ചരിച്ചതിൽ ഏറ്റവും ബഹുമാനമുള്ള ആ വാചകം പറഞ്ഞ് സംസാരത്തിന് നാവ് തന്ന റബ്ബ്, മനസ്സിൽ ഓരോന്നും ഇട്ടു തന്ന റബ്ബ്, ആ റബ്ബിന്റെ പേര് അവസാനം ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബോധത്തോടെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖായിനെ ആഗ്രഹിച്ച്, എൻ്റെ നേതാവായ നബി തങ്ങളെ സമീപത്തെത്തണം എന്ന് ആഗ്രഹിച്ച്, എനിക്ക് മുഴുവൻ സാലിഹീകളെ കൂടെ പോയി ചേരണമെന്ന് ആഗ്രഹിച്ച്, സ്വർഗത്തിന്റെ ചിത്രം മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് കണ്ട് ആനന്ദിച്ച് സന്തോഷത്തോടെ പിരിയാൻ കഴിയണം. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിജയം, അവിടെയാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിജയം. ഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് പാസായി പോയവർ, അവരാണ് വിജയം കൈവരിച്ചവർ. അല്ലാഹുവേ, അങ്ങനെ ഒരു വിജയത്തിന് നിമിത്തമായി ഞങ്ങളുടെ എല്ലാ സദസ്സുകളും, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും, ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും, ഞങ്ങളുടെ സംഘടനകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഈ സാഹിത്യോത്സവ